കർണാടകത്തിലെ ഷിരൂരിൽ ദൗത്യസംഘം 10ാം ദിവസവും അന്വേഷണം പൂർത്തിയാക്കുമ്പോഴും ലോകത്തുള്ള എല്ലാ മലയാളികളുടെയും നൊമ്പരമായി മാറിയ അർജുൻ ഇപ്പോഴും കാണാമറയത്ത് തന്നെ. അർജുനെ പറ്റിയോ അർജുൻ ലോറിയെ പറ്റിയോ കൃത്യമായ അല്ലെങ്കിൽ ഔപചാരികമായ യാതൊരു വിശദീകരണവും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചാനലുകളും വാർത്താമാധ്യമങ്ങളും നൽകുന്ന നിറം പിടിപ്പിച്ച കഥകളല്ലാതെ നമുക്ക് മുമ്പിൽ കൃത്യമായ രേഖകളൊന്നും ലഭ്യവുമല്ല. ലേറ്റസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് 4 ലോഹഭാഗങ്ങൾ 4 ഇടങ്ങളിൽ കണ്ടെത്തി. അത് ലോറിയാവാം, ലോറിയുടെ അവശിഷ്ടമാവാം, എന്തുമാവാം. എന്ന് പറഞ്ഞാൽ അർജുനിലേക്ക് ഇനിയും ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് എന്നാണ് അർത്ഥം. ഇനിയിപ്പോൾ നമ്മൾ യാഥാർത്ഥ്യം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഹോപ്പിംഗ് അഗൈൻസ്റ്റ് ഹോപ്പ്. ഒരു അത്ഭുതം സംഭവിക്കട്ടെ, അർജുൻ മടങ്ങി വരുവാനാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എങ്കിൽ പോലും സത്യം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ തകർന്നുപോയ ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കുക എന്നുള്ളതല്ലാതെ വലിയ പ്രതീക്ഷയൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷേ അന്വേഷണം ആദ്യഘട്ടത്തിൽ തന്നെ പുഴയിലേക്ക് നീങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ചില മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നിരിക്കാം. കാരണം ഈ 10 ദിവസത്തിനകം ഒരുപാട് മാറ്റങ്ങൾ ആ പുഴയുടെ അടിയിൽ ഉണ്ടായിട്ടുണ്ടാവണം. അതൊക്കെ കഴിഞ്ഞ തരത്തിൽ ഇനി പറയേണ്ട കാര്യമില്ല. ഏതാണെങ്കിലും ആ യാഥാർത്ഥ്യത്തെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. അർജുൻ ഒരു ഓർമ്മയായി മാറിയിരിക്കുന്നു. ഇനിയും ദിവസങ്ങൾ നീണ്ടേക്കാവുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ആ ലോറിയോ ആ ലോറിയിലെ തടിയോ ഏതാനും ഭാഗങ്ങളോ ഒക്കെ ആ കുറേശ്ശെയായിട്ടോ മൊത്തമായിട്ടോ ലഭിച്ചേക്കാം എന്നുള്ളതല്ലാതെ ആ ദൗത്യം കൊണ്ട് ഇനി അധികമൊന്നും നേടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്കിലും നമുക്ക് പ്രത്യാശിക്കാം, അർജുൻ മടങ്ങി വരുവാറാകട്ടെ. ആ കുടുംബത്തിന്റെ കണ്ണീരിന് അന്ത്യമുണ്ടാവട്ടെ. അവർക്കല്പം ആശ്വാസം ലഭിക്കട്ടെ. ആ കുടുംബത്തോടൊപ്പം ഞാൻ ചേർന്ന് നിൽക്കുന്നു, അവിടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട്.